നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 70 വർഷത്തോളം പഴക്കമുള്ള ഒരു വാച്ച് നമുക്കൊരു സുഹൃത്ത് അയച്ചു തന്നിരുന്നു. അദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്ന വാച്ചാണത്. 10-18 വർഷത്തോളമായി ആ വാച്ച് ഉപയോഗിക്കാതെ വെച്ചിട്ട്. അപ്പൊ അത് ശരിയാക്കി തരാമോ എന്ന് ചോദിച്ച് അദ്ദേഹം അയച്ചു തന്നതാണ്. നമുക്ക് ആ വാച്ച് ഒന്ന് അഴിച്ചു നോക്കാം, കൂടെ അതിന്റെ വിശേഷങ്ങൾ. ഏകദേശം 288 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വാച്ച് ബ്രാൻഡാണ് ഫേവർ ലൂബ. 1737 സ്വിസ് വാച്ച് മേക്കറായ അബ്രഹാം ഫേവറാണ് ഫേവർ ലൂബ എന്നുള്ള ബ്രാൻഡ് സ്ഥാപിച്ചത്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ പഴക്കം ചെന്ന വാച്ച് ബ്രാൻഡാണ് ഫേവർ ലൂബ. വാച്ച് കമ്പനി യൂസ് ചെയ്യുന്ന മെറ്റലിന്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ വാച്ചിന്റെ കൃത്യതയിലൊക്കെ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന ഒരാളായിരുന്നു അബ്രഹാം ഫേവർ. അബ്രഹാം ഫേവറിന്റെ മൂന്നാമത്തെ തലമുറയിൽപ്പെട്ട ഹെൻറി അഗസ്റ്റസ് ലൂബ എന്ന ഒരു വാച്ച് കച്ചവടക്കാരനുമായി ചേർന്ന് 1815 ഫേവർ ലൂബ എന്നുള്ള ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തത്. 1855 യൂറോപ്പിലെ ആകമാനവും അമേരിക്ക, ഏഷ്യ തുടങ്ങിയിടങ്ങളിലേക്കും അവരവരുടെ ബിസിനസ് വിപുലീകരിച്ചു. 1865 ഫ്രിറ്റ്സ് ഫേവർ ലൂബ കമ്പനിയുടെ അന്നത്തെ അധിപൻ ഇന്ത്യ സന്ദർശിക്കുകയും മുംബൈയിൽ അവരുടെ ഓഫീസ് തുടങ്ങുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഓഫീസ് തുറക്കുന്ന സ്വിസ് വാച്ച് കമ്പനി ഫേവർ ലൂബയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ അവരുടെ ഒരു പ്രധാനപ്പെട്ട വിപണിയായി മാറി. ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു ഫേവർ ലൂബ. മാർക്കറ്റ് വിപുലീകരിക്കുന്നതിനോടൊപ്പം തന്നെ വാച്ചിൽ പുതുമ കൊണ്ടുവരുന്ന കാര്യത്തിലും അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. 1925 കൂടി ആദ്യത്തെ സിംഗിൾ ബട്ടൺ ക്രോണോഗ്രാഫ്, അതുപോലെ തന്നെ പോളോ ഗെയിംസിൽ യൂസ് ചെയ്യുന്ന റിവോൾസോ വാച്ച്, 1955 കൂടി FL 101 എന്നുള്ളൊരു മൂവ്മെന്റ്, ആ തരം മൂവ്മെന്റ് ആണ് സീ ചീഫ്, സീ കിങ്, സീ റൈഡർ തുടങ്ങിയ വാച്ചുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതിന്റെ തന്നെ അപ്ഡേറ്റഡ് വെർഷനായ FL 111 എന്നുള്ള മൂവ്മെന്റ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 1962 50 മണിക്കൂർ പവർ റിസർവ് ഉള്ള ഒരു ടിൻ ബാരൽ മൂവ്മെന്റ് ഇവർ പുറത്തിറക്കി. FL 251 എന്നുള്ള ഈ മൂവ്മെന്റ് സെൻട്രൽ സെക്കൻഡോട് കൂടിയ ഏറ്റവും കനം കുറഞ്ഞൊരു മൂവ്മെന്റ് ആയിരുന്നു. ആ വർഷം തന്നെ ആൾട്ടിമീറ്ററും ബാരോമീറ്ററും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മെക്കാനിക്കൽ വാച്ച് ഫേവർ ലൂബ പുറത്തിറക്കി. ഡീപ് ബ്ലൂ എന്നുള്ള പേരിൽ ആദ്യത്തെ ഡൈവ് വാച്ച് 1964 ഫേവർ ലൂബയാണ് പുറത്തിറക്കുന്നത്. ഇതിന്റെ വാട്ടർ റെസിസ്റ്റന്റ് എന്നുള്ളത് 200 മീറ്റേഴ്സ് ആയിരുന്നു. വാച്ച് ലോകത്ത് നിരവധി പുതുമകൾ കൊണ്ടുവന്ന മികച്ച ബിൽഡ് ക്വാളിറ്റി കാത്തു സൂക്ഷിച്ചിരുന്ന ഫേവർ ലൂബയ്ക്ക് പക്ഷേ കോഴ്സ് ക്രൈസിസിന്റെ കാലത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 1985 കൂടി അവർ ആ ബ്രാൻഡ് വിൽക്കുകയാണ് ഉണ്ടായത്. പല കൈമാറ്റങ്ങൾക്ക് ശേഷം അവസാനം 2011 ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ടൈറ്റാൻ കമ്പനി ഫേവർ ലൂബ ഏറ്റെടുത്തു. 2016 മുതൽ അവർ വിപണിയിൽ വാച്ചുകൾ ഇറക്കാൻ തുടങ്ങി. റൈഡർ, ചീഫ്, അതുപോലെ തന്നെ റൈഡർ ഹാർപ്പൂണൊക്കെ ഇപ്പോഴും വിപണിയിൽ ലഭിക്കുന്നവരുടെ ഫേവർ ലൂബയുടെ മികച്ച വാച്ചുകളാണ്. ഏതൊരു വാച്ച് പ്രേമിയും അവരുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ബ്രാൻഡാണ് ഫേവർ ലൂബ. പഴയ ഫേവർ ലൂബ വാച്ചുകൾ ഇപ്പോൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാച്ച് കളക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ പഴയ ഫേവർ ലൂബ വാച്ചുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇനിയുള്ള കാലത്ത് വിൻറ്റേജ് ഫേവർ ലൂബ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ അഴിച്ച വാച്ച് ഏകദേശം 18 വർഷത്തോളം വെറുതെ വെച്ചിരുന്ന വാച്ചായിരുന്നെങ്കിലും സ്പെയർ പാർട്സിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. വാച്ച് നന്നായി ക്ലീൻ ചെയ്ത് ഓയിൽ കൊടുത്ത് റീസെറ്റ് ചെയ്തപ്പോൾ തന്നെ വാച്ച് വൃത്തിയായി വർക്ക് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ സമയവും കാണിക്കുന്നുണ്ട് വാച്ച്. തേയ്മാനം വളരെ കുറവുള്ളൊരു വാച്ചാണ് ഫേവർ ലൂബ. അതുകൊണ്ട് തന്നെ അതിന് മെയിൻ്റനൻസും വളരെ കുറവാണ്. കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ കാലം നിലനിൽക്കുന്ന ഒരു വാച്ചാണ് ഫേവർ ലൂബ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബി ഹാപ്പി ഓൾവേസ്.